ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ കൊച്ചൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. അപ്പോൾ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല, ഇതെൻ്റെ കൂട്ടുകാരൻ നിതിൻ. പുള്ളിക്ക് ബോളിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. പുള്ളി ഏതൊരു ടീം 30 പോയിൻറ്റിന് വിളിച്ച്. അപ്പം സോഫ്റ്റ് ടെന്നീസിലാണ് കളിക്കേണ്ടത്, എൻ്റെ ഹാർഡ് ബോളായിരിക്കുന്നത്. അതും എടുത്ത് നമ്മൾ അടുത്തുള്ള ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ആ ഗ്രൗണ്ടിലോട്ട് പോകുന്നത്. നമ്മൾ നടക്കാനൊക്കെ പോകുന്ന ടൈമിൽ ഇവിടെയൊന്നും ആളില്ലായിരുന്നു. ഇപ്പം കുറേ പയ്യന്മാർ രാവിലെ ടീമായിട്ട് വന്ന് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. വെക്കേഷനൊക്കെ അല്ലേ, നമ്മളപ്പോൾ അവിടെ ഇങ്ങനെ പോസ്റ്റൊക്കെ അടിച്ചിരുന്ന് അവരെന്തായാലും കളി കഴിഞ്ഞ് പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിക്ക് എറിഞ്ഞ് നോക്കാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു നമ്മൾ. അങ്ങനെ അവിടെ നമ്മളിരുന്ന് കുറേ കഴിഞ്ഞ് എന്തായാലും എല്ലാവരും പോയി. 2 പയ്യന്മാർ മാത്രം നിന്ന്. അപ്പം നമ്മൾ നൈസ് അവരോട് ചെന്ന് ചോദിച്ച്. അവരുടെ ഈ സോഫ്റ്റ് ബോളായിരുന്നു. അതിൽ പുള്ളി കുറേ എറിയൊക്കെ എറിഞ്ഞ് നോക്കി സെറ്റായി എന്നൊരിത് സന്തോഷത്തിൽ നമ്മൾ തിരിച്ച് എന്നെ റൂമിൻ്റെ അവിടെ കൊണ്ടുവിട്ടു. എന്നിട്ട് പുള്ളി നേരെ വീട്ടിലോട്ട് പോകാനാണ്. 2 ദിവസം കഴിഞ്ഞുള്ള മാച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്. എന്തായാലും ഞാൻ റൂമിൽ വന്ന് നേരെ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സിനിമ അതിരുന്ന് കണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി. 4 മണിയായി. അപ്പോൾ കൂട്ടുകാരി ഉച്ചയ്ക്ക് വരാമെന്ന് ബിരിയാണി കഴിക്കാമെന്ന്. അവളെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ വന്ന് എനിക്ക് വടയും സമൂസയൊക്കെ വാങ്ങി തന്ന് പുള്ളി പോയി. വന്നു കഴിഞ്ഞപ്പം മാഗി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിക്കാനുള്ള ഒരിതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് എൻ്റെ വീട്ടിൽ വന്ന് കയറിയ പഴയൊരു പൂച്ചക്കുഞ്ഞായിരുന്നു. ഇതിൻ്റെ കൂടെ വേറെ 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും എവിടെയാണെന്നറിഞ്ഞുകൂടും. അങ്ങനെ ഞാൻ റൂമിൽ വന്ന് പുള്ളി കൊണ്ടുവന്ന മാഗി എടുത്ത് പാത്രത്തിലാക്കി. അങ്ങനെ അത് കഴിക്കാൻ പോവുക. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മകളും അല്ലെങ്കിൽ ഇങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മാഗി കഴിച്ചിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതുകൊണ്ട് നിർത്തുവാണ്. താങ്ക് യു. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, ബായ്.